നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന വിചിന്തനം നമുക്ക് തുടരാം. ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഒരു വചന സന്ദേശമാണ്. ജ്ഞാനം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: അധർമ്മിയുടെ തലമുറയ്ക്ക് ഭീകരനാശം സംഭവിക്കും. നാം അധർമ്മം ചെയ്താൽ വരും തലമുറയെ പോലും അത് ബാധിക്കും. ഈ തലമുറയായിട്ട് പാപത്തിന്റെ സ്വാധീനം വരുമോ എന്ന ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന വ്യക്തികളെ, അതേക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്ത വ്യക്തികളെ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈശോ നമ്മെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. ആ ഒരു വ്യക്തത ഇല്ലാതെ പോയാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. അതിലേക്ക് പോകും മുമ്പ് ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഞാൻ ഓർക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാർ ആവശ്യത്തിലേറെ തല്ലുകൂടുന്നവർ. ഇനി അവരുടെ അമ്മയും കൊണ്ട് വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം, അമ്മയാണ് കുടുംബത്തിലെ വഴക്കിനെല്ലാം കാരണം. ഇനി പറഞ്ഞു പിടിച്ചു വന്നപ്പോഴത്തേക്കും ഒരു കാര്യം അവർ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഓർത്തിട്ട് ഒരുപാട് ആശങ്കയുണ്ട്. അപ്പം അവർ പറയണത് അവർക്ക് കെട്ടണമെന്ന് പോലുമില്ല. കാരണം നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഞങ്ങൾക്ക് കെട്ടണമെന്ന് പോലുമില്ല. ഇവരെ പരസ്പരം കുറ്റപ്പെടുത്തുന്നു, അമ്മയെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ആവശ്യത്തിലേറെ വഴക്കുണ്ടാക്കി മുമ്പോട്ട് പോകുന്നു. അവരെ കണ്ടിട്ട് അവരുടെ തന്നെ മക്കൾ സൂചിപ്പിച്ചൊരു കാര്യം, ഞങ്ങൾക്ക് കെട്ടണമെന്ന് പോലുമില്ല. മാതാപിതാക്കളുടെ ജീവിതം, മുൻ തലമുറയുടെ ചെയ്തികൾ വരും തലമുറയെ സ്വാധീനിക്കാതിരിക്കുമോ? നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് 1-2 പ്രധാനപ്പെട്ട വചനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 1-ാമത്തെ വചനം നമ്മൾ പുറപ്പാട് പുസ്തകം 20-5 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്: പിതാക്കന്മാരുടെ തെറ്റിന് 3-4 തലമുറ വരെ ഞാൻ അവരെ ശിക്ഷിക്കും. ഇത് പാപത്തിന്റെ ഒരു സോഷ്യൽ ഡയമെൻഷൻ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. പാപത്തിനൊരു സാമൂഹിക വശമുണ്ട്. നമ്മൾ കണ്ടല്ലോ, മാതാപിതാക്കളുടെ ജീവിതം മക്കളുടെ ചിന്താഗതിയെ സ്വാധീനിക്കും. സോഷ്യൽ ഡയമെൻഷൻ ഓഫ് സിൻ. പക്ഷെ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വചനമുണ്ട്. അതാണ് എസെക്കിയേൽ 18-20 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്: അപ്പന്റെ തെറ്റിന് മകൻ ശിക്ഷിക്കപ്പെടരുത്. അപ്പന്റെ തെറ്റിന് 3-4 തലമുറ വരെ ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാണ്, അപ്പന്റെ തെറ്റിന് മകൻ ശിക്ഷിക്കപ്പെടരുത്. തെറ്റ് ചെയ്യുന്നവർക്കാണ് ശിക്ഷ കിട്ടേണ്ടത്. തെറ്റിയാത്തവർ എന്തിന് ശിക്ഷിക്കപ്പെടണം? 2 കാര്യങ്ങളാണ് ഈ 2 വചനങ്ങളിലൂടെ ശരിക്കും ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പാപത്തിന് ഒരു സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന നന്മകള്, ഞാൻ ചെയ്യുന്ന പാപപ്രവർത്തികള് മറ്റുള്ളവരെയും അത് സ്വാധീനിക്കും, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ. രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം: എല്ലാ കാര്യങ്ങളും പൂർവികരായിട്ട് വരുത്തി വെച്ചതാണ്. അവരുടെ പാപം മൂലമാണ്. അങ്ങനെ എല്ലാം അവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുതെന്ന്. നമുക്കൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വ്യക്തിപരമായ ഉത്തരവാദിത്തം. അത് മറ്റൊരാളുടെ മേൽ ചുമത്താനുള്ള ആ ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ബ്ലെയിമിങ് അതേഴ്സ്. ആദ്യ മാതാപിതാക്കൾ പോലും ചെയ്ത ഒരു കാര്യം അതാണ്. ഉൽപ്പത്തി 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആദം പറഞ്ഞു ഹവ്വ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഹവ്വ പറഞ്ഞു സർപ്പം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അങ്ങനെ മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന ഒരവസ്ഥ. ആദം അങ്ങനെ പറഞ്ഞെങ്കിലും അത് ന്യായീകരണമായിട്ട് ദൈവം എടുത്തില്ല. ഹവ്വ അങ്ങനെ പറഞ്ഞെങ്കിലും അവർക്ക് ആ ഒരു ശിക്ഷയിൽ നിന്നും അതിൻ്റെ പേരിൽ രക്ഷപ്പെടാൻ പറ്റിയില്ല. കാരണം അവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം. ദൈവം പറഞ്ഞത്, ഞാൻ അരുതെന്ന് പറഞ്ഞത് നീ ഒരാളുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ചത് കൊണ്ട് നീ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അപ്പനായിട്ടാണേലും ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വീടും സ്ഥലമൊക്കെ ഈട് വെച്ചായിരിക്കാം. ഇനി അപ്പൻ പെട്ടെന്ന് മരിച്ചു പോയാൽ ഈ അപ്പന് വേണ്ടി മക്കൾക്ക് ആ ലോൺ എടുത്ത പൈസ തിരിച്ചടയ്ക്കാൻ മേലെ. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ വീടും സ്ഥലവും ജപ്തിയായിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ, പൂർവികരിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകളോ വീഴ്ചകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. നമുക്ക് അതിനെ പരിഹാര പ്രവർത്തികൾ ചെയ്ത് അതിൽ നിന്നും മോചനം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിനി ഏതാനും ചില കാര്യങ്ങൾ, വരും തലമുറയ്ക്ക് നാം ഭാരമാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഈ പാപത്തിന് ഒരു സാമൂഹിക വശം ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് ഭാരമായി മാറാം. നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന ചില കുടുംബങ്ങൾ, ഇപ്പോൾ അവരുടെ മക്കൾ പറയണത്, അപ്പനായിട്ട് എല്ലാം കുടിച്ച് നശിപ്പിക്കും, അപ്പനായിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിച്ച് ഇന്ന് ഞങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു സാധാരണ ജീവിതം പോലും നയിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റാതെ പോകുന്ന ഒരവസ്ഥ. വരും തലമുറയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഭീകരനാശം വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ബാറൂക്കിന്റെ പുസ്തകം 6-ാം അധ്യായം 47-ാമത്തെ വചനം. ബാറൂക്ക് 6:47. വരും തലമുറയ്ക്ക് നിങ്ങൾ അവശേഷിപ്പിച്ചിരിക്കുന്നത് നുണകളും നിന്ദനവും മാത്രമാണ്. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ, നമ്മൾ ഈ ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ വരും തലമുറയ്ക്ക് നിന്ദനവും
അപമാനവും നാം ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് എന്ന്. എനിക്കറിയാം, ഒരു യുവതി ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ആ യുവതിയുടെ അപ്പൻ വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല. കൺഫൈൻ ടു ദ ഹൗസ്. ഇനി രോഗം വന്നാൽ പോലും ഡോക്ടറെ കാണാനോ പുറത്തോട്ട് പോകത്തില്ല. അവർ പോയി വല്ല മരുന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുവാണെങ്കിൽ കഴിച്ചെന്ന് വരും. ആ വ്യക്തിയുടെ പാപം ആ കുടുംബാംഗങ്ങളെ എപ്രകാരം സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 23:36 വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ ചിന്തിയ നിഷ്കളങ്കരുടെ രക്തം നിങ്ങളുടെ മേൽ പതിക്കും. പിതാക്കന്മാരാണ് ചെയ്തത്. നിഷ്കളങ്കരുടെ രക്തം ചിന്തി, അത് നിങ്ങളുടെ മേൽ പതിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പാപത്തിന്റെ സോഷ്യൽ ഡയമെൻഷൻ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 23:25 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഭീത ബന്ധത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന്റെ വേര് പിടിക്കത്തില്ല. അപ്പൊ ആ കുഞ്ഞിന് ജന്മം നൽകിയവര് ആ കുഞ്ഞിന് കൊടുത്തിരിക്കുന്നത് എന്താണ്? വേര് പിടിക്കാത്തൊരവസ്ഥ. അവരുടെ ജീവിതത്തിൽ ഗതി പിടിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പരിഹാരമാർഗങ്ങളുണ്ട്. പരിഹാരമാർഗങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ കാര്യം, സ്വന്തം പാപത്തിന് പരിഹാരം ചെയ്യാൻ നമുക്ക് പറ്റും. എൻ്റെ പാപം എനിക്ക് തിരിച്ചറിവായി കഴിഞ്ഞാൽ ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റും. 2 സാമുവേൽ 12 വായിച്ചാൽ ദാവീദ് തൻ്റെ പാപത്തിന് പരിഹാരം എന്നോണം 7 ദിവസം ഭക്ഷണം കഴിക്കാതെ ഉപവാസത്തോടെ കട്ടിലെ കിടക്കാതെ നിലത്ത് കിടന്ന് പ്രാർത്ഥിച്ചു. നിലത്ത് കിടന്ന് തൻ്റെ പാപത്തിന് പരിഹാരം എന്നോണം ആ വ്യക്തി ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, മറ്റുള്ളവരുടെ പാപത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. പുറപ്പാട് പുസ്തകം 32 30 വചനം എടുക്കുമ്പോൾ അവിടെ മോശ പറയുന്നുണ്ട്, ഞാൻ പോകാം, നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഞാൻ പോകാം, അപ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിച്ചേക്കാം. പറയുന്നുണ്ട്, ഇവിടെ പൂർവികരായിട്ട് ചെയ്ത, കുടുംബാംഗങ്ങളായിട്ട് ചെയ്ത പാപത്തിന് വേണമെങ്കിൽ നമുക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ 3 മേഖലയിൽ വിശുദ്ധീകരണം നേടാൻ നമ്മൾ നോക്കണം. ഒന്ന്, വ്യക്തി വിശുദ്ധീകരണം. രണ്ടാമത്തേത് കുടുംബ വിശുദ്ധീകരണം. മൂന്നാമത്തേത് തലമുറയുടെ വിശുദ്ധീകരണം. ഈ 3 മേഖല വിശുദ്ധീകരിക്കപ്പെട്ടാൽ പല കെട്ടുകളും പൊട്ടും, കെടുതികൾ മാറും, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം ചേക്കേറും. അതിനായി നമുക്ക് ഈ ഒരു പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പൂർവിക ശാപം, തലമുറയുടെ പാപം എന്നിവയെക്കുറിച്ച് ശരിയായ അറിവില്ലാത്ത വ്യക്തികളുണ്ട്. അവരെ നമുക്ക് പ്രത്യേകം ദൈവകരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.